ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞങ്ങളിലിങ്ങനെ നടക്കുക. ഒന്നായി അഞ്ഞൂട്ടോ, കൊച്ചു പറഞ്ഞു, കൊച്ചഞ്ഞു. ഒരു കെട്ടിയുണ്ട്, അത് എന്റെ ബർത്ത്ഡേ വരെ മറന്നുപോയി. പിന്നെയാണ് കേക്ക്. സന്തോഷായോ? ഹലോ ഗേയ്സ്, നമ്മുടെ കിടക്ക യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, കുറേ അധികം തിരക്കുകൾ ഉണ്ടായിരുന്ന കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അതായത് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെറ്റപ്പായിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ. അത് നമുക്കൊരു ആദ്യം തന്നെ പോയി ഒരു ഗിഫ്റ്റ് മേടിക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഗിഫ്റ്റ് മേടിക്കണ പോയി കാണാം. അതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ചങ്കായ ജോബി മച്ചാനുണ്ട്. ജോബി മച്ചാനൊരു ചെറിയ ബ്ലോഗൊക്കെ ഉണ്ട്, അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ജോബി മച്ചാൻ ഇന്നിപ്പോൾ അടിമാലി വന്നപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് മേടിക്കണേ കാണിക്കാം. ഓക്കെ, നമുക്ക് പോയി ഗിഫ്റ്റ് മേടിക്കാം. ആദ്യം എന്നാ പൊളിച്ചടക്കുമെന്ന് നമ്മൾ ഇവിടെ KGS-ലെത്തി. പുള്ളിക്കാരോട് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ജൂലൈക്കകത്തേക്ക് കയറുവാണേ. ഇവിടെ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സാധനമൊക്കെ മേടിച്ചോണ്ട് ഇവിടെ വന്നു. സാധനം ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെന്നാന്നുള്ള കാര്യം നിങ്ങളെ ഞങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇതെന്നാ സംഭവം എന്നുള്ള കാര്യം. അപ്പൊ ഇത് പക്ക സർപ്രൈസ് ആണ് എന്ന് അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു സംഭവം പറയാതെയാണ് നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്തേക്കണത്. അപ്പൊ വീട്ടിൽ ചെല്ലുന്ന നമ്മൾ കൃത്യമായിട്ടും നമ്മൾ ബാക്കിയുള്ള വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യും. കേക്ക് മേടിക്കണം, പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കേക്ക് നമ്മൾ കടയിൽ വെച്ചാണ്, ഇപ്പൊ ഈ കടയിൽ വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്തേക്കണേ. ഇനി ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കേക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതേ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനുണ്ട് വാവയുണ്ട്. അപ്പോൾ പിന്നെ രണ്ടുപേര് പുറത്തുമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. ഈ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടോ. നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ സമയം ഒരു 7:30 ഇപ്പോഴത്തേനും ഒരു സാധാരണ ഒരു പെണ്ണുങ്ങളൊക്കെയാണ് ഇപ്പൊ കുരു പൊട്ടിയിരിക്കുമായിരിക്കും. നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് പോലും എൻ്റെ കെട്ടിയവൻ വരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവള് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഞാൻ ഭയങ്കര തിരക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ രാവിലെ മുതൽ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും നമ്മുടെ പിള്ളേരുടെ ഒരു ബർത്ത്ഡേ ആയിട്ട് നമ്മളൊന്ന് ആഘോഷിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ കാരണം ഞങ്ങളിപ്പോൾ ഉമ്മമാർ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും അറിയിക്കണില്ല. ഞാൻ നൈസായിട്ട് ഇപ്പോൾ വീട്ടിൽ ചെന്ന് കയറും. എന്നിട്ട് പിന്നെ നമുക്ക് സർപ്രൈസ് പൊളിക്കാം. കുറച്ച് നേരം കഴിയട്ടെ. എന്തായാലും വീട്ടിലേക്ക് എത്താറായിട്ടോ. ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക്. Halo Mr. Pereira. Punya. Ini cici. Ini cici. Motai lah, ayo, apa ini potai macam mana ini? ഇനിയിപ്പോൾ എന്നത്തേനെ കസ്തായി പോയല്ലോ ദൈവമേ. കൊച്ചു പൊട്ടായി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ അപ്പം മന്നു പോയല്ലോ. ഇനി അപ്പം ഈ ബാഗ് കൊണ്ടു വെച്ചിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ. ഗിഫ്റ്റ് ഒന്നും മേടിച്ചു തന്നില്ലേ നിനക്ക്? ഒന്നും പ്രതീക്ഷിക്കണല്ലോ എന്താ വെച്ച്. എന്നെ ഉണ്ടാക്കി പായസം വെച്ചോ? എന്നാ പായസം ഉണ്ടാക്കി? ചെറുപയർ പായസോ? നോക്കട്ടെ പായസം അവിടെ ഉണ്ടാക്കി വെച്ചേക്കണേന്ന്. ഓ, വലിയ ഉരുളിക്കകത്തൊക്കെയാണ് പായസം ഉണ്ടാക്കി വെച്ചേക്കണേ. വാവ്, പായസം റെഡി. ബർത്ത്ഡേ വിഷസ്. നാണു ചുറ്റും നിന്ന് ഇങ്ങനെ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് വരുന്നത്. ഞാൻ പായസം വെച്ചിട്ടുണ്ട്. അത് കാരണം പായസം മാത്രമേ ഉള്ളൂ. നിനക്കൊരു കേക്ക് മേടിച്ച് വെച്ചാൽ കുഴപ്പം? നിന്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു കെട്ടിയുണ്ട്, അത് എന്റെ ബർത്ത്ഡേ വരെ മറന്നുപോയി. പിന്നെയാണ് കേക്ക്.
അതിപ്പോ ഒന്നായി അമ്മി അപ്പായി ബർത്ത്ഡേ വന്നു പോയിന്ന്. കൊച്ചു വിഷയതായിരുന്നു അമ്മീനെ. കൊച്ചു വിഷയതല്ലോ. കൊച്ചു വിഷയം എന്റെ ബർത്ത്ഡേ പറഞ്ഞു എന്നിട്ട് ഞാൻ കേക്ക് എന്നോട് നേരത്തെ പറയാത് ഞാനിപ്പോ ഒരു കേക്ക് മേടിച്ചേനെ വീട്ടിൽ വെച്ചേനെ. പോവാൻ നേരത്തെ പറഞ്ഞു ഒരു പായസം വേണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും എൻ്റെ പെണ്ണുമ്പിള്ള സ്വന്തമായിട്ട് പോയി കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ട് പായസം ഉണ്ടാക്കി. എന്നാൽ കൂടുതൽ കേക്ക് കൂടെ മേടിക്കാൻ പാടില്ല. അതല്ല മനെ, കേക്ക് മേച്ചാൻ പാടില്ലായിരുന്നോ? അമ്മി കേക്ക് മേച്ചോ? ഇല്ലേ? അമ്മി കേക്ക് മേച്ചില്ല എന്നാ പറഞ്ഞത്. അമ്മി കേക്ക് മേച്ചില്ലേ? ഇല്ലേ? ഷോ എന്റെ പെണ്ണ നീ കേക്ക് മേടിച്ചില്ലേ? കേക്കില്ലേ ഇവിടെ ഇതിലൂടെ എന്തെങ്കിലും അച്ചാറിന്റെ കൂടെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിൽ ഇങ്ങനെ നടക്കുക. ഒന്നായി അഞ്ഞൂട്ടോ. കൊച്ചു പറഞ്ഞു കൊച്ചഞ്ഞു. ആരി ഫോട്ടോ എടുക്കുവാണോ നീ ആദ്യം തന്നെ? Happy birthday to you. Happy birthday to you. Yum yum. Hi. ഒരു കേക്ക് നമ്മുടെ സ്വന്തം കിടക്ക യാത്രയുടെ, അത് കുഴപ്പമില്ല, കിടക്ക യാത്രയുടെ ചെറിയൊരു ഗിഫ്റ്റാണ്. നമ്മുടെ ഗിഫ്റ്റ് തുറന്ന് നമ്മുടെ അതിഥികളെ കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണാൻ വേണ്ടി സൂപ്പർ സൂപ്പർ. അമ്മച്ചി കണ്ടായിരുന്നോ? അടിപൊളി. കിടക്കൻ യാത്രയുടെ സന്തോഷായോ? ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിമനോഹരമായ വീഡിയോയുമായി ഇനിയും വരാം. അപ്പം ഞങ്ങളുടെ വീഡിയോയിലും നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ പൊന്നായി ഇവിടെയുണ്ട്. ഒരു ടാറ്റ കൊടുത്ത് ടാറ്റ കൊടുത്ത് ടാറ്റ ഒരു ഉമ്മയും കൊത്തരെ. ആ ടക്കട ഉമ്മയും കൊടുത്ത്. ദേ ഇതാട്ടോ മേക്കാലാണ് മേടിച്ചേ. ഞാൻ മേടിച്ചു കൊടുത്തത് ഇതാണേ. ബൈ ബൈ ബൈ.